വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു. മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ദീർഘവീക്ഷണത്തോടെ കൈക്കൊണ്ട നടപടികളാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ കേരളത്തെ സഹായിച്ചതെന്ന് മന്ത്രി കെ ശൈലജ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റ് വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 4 വർഷക്കാലമായി തുല്യമായിട്ടുള്ള വികസനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം. കഴിഞ്ഞ 4 വർഷക്കാലമായി തുല്യമായിട്ടുള്ള വികസനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. ആ വിഷയങ്ങളെ കാരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ സകല വിഷയങ്ങളിലും ആ ജനത്തിന്റെ ദാരിദ്ര്യത്തെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയും അതിന് കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി എന്ന പുതിയ സർക്കാരിന്റെ സംവിധാനത്തിലൂടെ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിഫ്ബി എന്താണ്. ഞാനത് വിശദമായി പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്തിനുള്ളിലെ വികസന കാര്യങ്ങൾക്ക് അതിന്റെ സാമ്പത്തിക സ്രോതസ്സായി നാളിതുവരെ ഈ കഴിഞ്ഞ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് വരെയുള്ള എല്ലാ സർക്കാരുകളും കാലാകാലങ്ങളായി ആശ്രയിച്ചിരുന്നത് സംസ്ഥാന ട്രഷറി ബജറ്റിനെയാണ്. നഗരസഭാ ചെയർമാൻ ബിജു വി കണ്ണേഴൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി സുഗതൻ, എസ് ഇന്ദിരാദേവി, എൻ അനിൽ വിശ്വാസ്, പി ശശിധരൻ, അംബരീഷ് ജി വാസു, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ടീം വൈക്കം വിഷൻ.